വൈഫുമായിട്ടും കുട്ടികളുമായിട്ടും നാട്ടിൽ സെറ്റിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വാടക വീട്ടിലാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. സ്വന്തമായ ഒരു വീട് മേടിക്കണം, അല്ലെങ്കിൽ സ്വന്തമായ ഒരു വീട് വേണം. 30 ലക്ഷം രൂപ അപഹരിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ കാമുകനോടൊപ്പം ഒളിച്ചോടിപ്പോയത്. മകൾക്ക് നൃത്താഭ്യാസം പഠിപ്പിക്കാൻ വന്ന അധ്യാപകനോടൊപ്പമാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഒളിച്ചോടിപ്പോയത്. അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് വിശദീകരണങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്കൊന്ന് കേട്ടുവരാം. വൈഫുമായിട്ടും കുട്ടികളുമായിട്ടും നാട്ടിൽ സെറ്റിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വാടക വീട്ടിലാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. സ്വന്തമായ ഒരു വീട് മേടിക്കണം, അല്ലെങ്കിൽ സ്വന്തമായ ഒരു വീട് വേണം എന്നുള്ളൊരാഗ്രഹം രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തീരുമാനിച്ചു, ഇവിടെ നിന്നാൽ അത് നടക്കത്തില്ല, ഗൾഫിൽ പോയി 10 കാശുണ്ടാക്കാം, അങ്ങനെ ഒരു വീട് മേടിക്കാം. അങ്ങനെയാണ് ഞാൻ ഗൾഫിൽ പോകുന്നത് 2014. ഈ 2014 പോയിട്ട് ഈ 24 വരെയുള്ള എൻ്റെ സമ്പാദ്യം മൊത്തം ഈ വീടിന് വേണ്ടിയിട്ടെന്നും പറഞ്ഞ് ഞാൻ എൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ടോട്ടലി ഞാൻ 30 ലക്ഷം രൂപ ഞാൻ അയച്ചു. വൈഫും കുട്ടികളും ഇവിടെ ഇല്ല എന്നറിയുന്നതും അവർ വൈഫ് ഇങ്ങനെ മക്കളുടെ ഡാൻസ് മാസ്റ്ററായ കമൽരാജുമായിട്ട് വൈഫ് ഇഷ്ടത്തിലായിരുന്നു, താമസിക്കുകയായിരുന്നു എന്ന് ഞാൻ അറിയുന്നത്. ഒരു പ്രശ്നവുമില്ല. ഞാൻ വരുന്നത് വരെ അവള് എന്നുമായിട്ട് സംസാരിച്ച് ചിരിച്ചും കളിച്ചും സന്തോഷിച്ച് എൻ്റെ പൈസ മൊത്തം തട്ടിയെടുക്കുകയാണ് ചെയ്തത്. ഇത് കേൾക്കുമ്പോൾ സങ്കടം തോന്നുമെങ്കിലും ഇതൊരു പുതുമയുള്ള കാര്യമല്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. കാരണം പ്രവാസികളെ ഇത്തരത്തിൽ പറ്റിച്ചുകൊണ്ട് സ്വന്തം ഭാര്യമാർ ഒളിച്ചോടിപ്പോകുന്ന സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഭർത്താവ് ഗൾഫിൽ മരണാരണ്യത്തിൽ ചൂടേറ്റും മഴയത്തും ഒക്കെ വിയർപ്പൊളിച്ച് കാശുണ്ടാക്കി ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കും. ആ ചില ഭാര്യമാർ അത് ദൂർത്തടിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത്. പിന്നീട് പരിചയപ്പെട്ടപ്പോൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നേരിട്ടോ പരിചയപ്പെട്ട കാമുകനോടൊപ്പം ഒളിച്ചോടി പോകുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇതിനൊക്കെ സത്യത്തിൽ ഒരു നിയമം അനിവാര്യമാണ്. ഇത്തരം ഒളിച്ചോടിപ്പോകുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുന്ന ഒരു നിയമം അനിവാര്യമാണ്. മക്കളെ, അതായത് പറക്കമറ്റാതെ കുട്ടികളെ ഉപേക്ഷിച്ചുകൊണ്ട് ഒളിച്ചോടിപ്പോകുന്നവർക്കെതിരെ ജുവനൽ ആക്ട് പ്രകാരം കടുത്ത നടപടി എടുക്കാനുള്ള നിയമം ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും ചിലപ്പോൾ പ്രായോഗിക തലത്തിൽ വരാറില്ല എന്നതാണ് ഏറ്റവും വലിയൊരു ദുഃഖം. ചില ഭാര്യമാരൊക്കെ സ്വന്തം, അതായത് ചെറിയ കുട്ടികളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ രീതിയിൽ ഒളിച്ചോടി പോവുക. ഈ ഒളിച്ചോടിപ്പോയി കഴിഞ്ഞാൽ ഈ ഒളിച്ചോടിപ്പോകാൻ പ്രേരണ കൊടുത്ത കാമുകനെയും അതുപോലെ തന്നെ ഒളിച്ചോടിപ്പോയ യുവതികളെയും ശിക്ഷിക്കാനുള്ള ജുവനൽ ആക്ട് പ്രകാരമുള്ള ഒരു നടപടി എടുക്കാനുള്ള ഒരു വകുപ്പ് തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. വളരെ അപൂർവ സംഭവങ്ങളിൽ മാത്രമേ നടപടി എടുക്കാറുള്ളൂ. മിക്ക സംഭവങ്ങളിലും നടപടി എടുക്കാറില്ല എന്നതാണ്. അതുകൊണ്ട് ഇത്തരം നിയമങ്ങളൊക്കെ ഇവിടെ ശക്തിപ്പെടുത്തണം. കാരണം ഇത്തരം രീതിയിലുള്ള സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഭാര്യയെ വഞ്ചിച്ചുകൊണ്ട് ഭർത്താവ് പോകുന്നു, ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് ഭാര്യ പോകുന്നു ഒക്കെ. അപ്പൊ അതിനൊക്കെ തടയിടാൻ വേണ്ടിയിട്ട് ശക്തമായ ഒരു നിയമം ഇവിടെ അനിവാര്യമാണ്. ആ നിയമം പ്രായോഗിക തലത്തിൽ കർശനമായി നടപ്പാക്കുന്ന രീതിയിലേക്കും എത്തിപ്പെട്ടാൽ മാത്രമേ ഇതുപോലുള്ള തോന്നിവാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കുറച്ചെങ്കിലും തുടച്ചു നീക്കപ്പെടാൻ പറ്റൂ.